ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഈസി മെഡിക്കൽ കോഡിങ്. ഇന്ന് നമ്മൾ മസ്കുലോസ്കെൽറ്റൽ സിസ്റ്റത്തിൻ്റെ കണ്ടിന്യൂഷൻ പാർട്ട് 3 ആണ് ചെയ്തിട്ടുള്ളത്. ഇതില്ലാത്തിനു മുന്നേ ഞാൻ എല്ലാവരോടും ഒരു സോറി പറയുകയാണ്. കാരണം ഞാൻ ഒരുപാട് ലേറ്റായി വീഡിയോ ഇടാൻ, എനിക്കറിയാം. അത്രയും തിരക്കായി പോയതുകൊണ്ടാണ്. ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായി പോയിട്ടാണ്. ഒരുപാട് പേർക്ക് എക്സാം ആണെന്ന് കമൻസിലൂടെയൊക്കെ അറിയുന്നുണ്ട്, സോറി. പിന്നെ കുറേ കമൻസ് ഞാനിങ്ങനെ കാണുന്നുണ്ട്, എല്ലാ കോഡ്സും എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല മാം, ജസ്റ്റ് ടോപ്പിക് വൈസ് ഒന്ന് പറഞ്ഞു പോയാൽ മതിയെന്ന് കുറച്ച് പേര് അല്ല, എല്ലാ കോഡ്സും പറഞ്ഞ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകണം. അങ്ങനെ രണ്ട് അഭിപ്രായങ്ങളാണ് ഞാൻ കാണുന്നത്. സോ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ കോഡ്സും വായിച്ചില്ലെങ്കിലും ഒരുവിധം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും പാടെന്ന് തോന്നിക്കുന്ന കോഡ്സ് എല്ലാം നമ്മൾ പറയുന്നുണ്ട്. പിന്നെ വളരെ സിമ്പിളായിട്ടുള്ള കോഡ്സ് മാത്രമാണ് ഞാൻ ജസ്റ്റ് ഓടിച്ചങ്ങ് പോകുന്നത്. ഓക്കെ, അപ്പം രണ്ട് കൂട്ടരെയും നമുക്ക് മാനിക്കണമല്ലോ. വളരെ നല്ല പോസിറ്റീവ്, എനിക്ക് വരുന്ന കമൻസ് എല്ലാം പോസിറ്റീവ് കമൻസാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ആരും ഇതുവരെ ദൈവം അനുഗ്രഹിച്ച് എനിക്കൊരു നെഗറ്റീവ്സും പറയുന്നില്ല. അതിന് എല്ലാവരോടും താങ്ക്സ് പറയുന്നു. പിന്നെ വരുന്ന കമൻസ് ഒക്കെ എന്ന് പറയുമ്പം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും വന്നിട്ട് എക്സാമിന് സഹായിച്ചു എന്നും കോഡിങ് എന്തുവാണെന്ന് പോലും അറിയാതിരുന്നവർക്ക് എൻ്റെ വീഡിയോസ് ഹെൽപ്ഫുള്ളായെന്നും ഒക്കെ പറയുന്നത് കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. അത് കാണുമ്പോൾ തന്നെയാണ് ഇനി എത്ര ടൈം ഇല്ലെങ്കിലും വീഡിയോ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല. നമുക്ക് വീഡിയോ കാണാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രാക്ചർ ആൻഡ് ഡിസ്ലൊക്കേഷൻ ആണ്. ഇത് ഏതിൻ്റെ കണ്ടിന്യൂഷനാണ്? ഇത് മെയിൻ ടോപ്പിക്ക് ഹെഡാണല്ലേ. ഹെഡിൻ്റെ ഇൻസിഷൻ, എക്സിഷൻ, ദെൻ മാനിപ്പുലേഷൻ, ഹെഡ് പ്രോസ്തസിസ് കണ്ടു, ദെൻ റിപ്പയർ ആൻഡ് റിവിഷൻ, ഇൻട്രൊഡക്ഷൻ ആൻഡ് റിമൂവൽ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ തന്നെ ഫ്രാക്ചർ ആൻഡ് ഡിസ്ലൊക്കേഷൻ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഇതൊന്നും വലിയ പാടുള്ള കോഡുകളൊന്നും അല്ല കേട്ടോ, അത്ര കൺഫ്യൂസിങ് ഒന്നുമല്ല. ഇവിടെ എന്താണ് 21315 നമ്മുടെ കോഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ നോക്കാമെങ്കിൽ പഴയ ടെക്സ്റ്റിൽ നോക്കാമെങ്കിൽ നമുക്കൊരു 21310 ഉണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് ക്ലോസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് നേസൽ ബോൺ ഫ്രാക്ചർ വിത്തൗട്ട് മാനിപ്പുലേഷൻ എന്നൊരു കോഡായിരുന്നു. നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഹാസ് ബീൻ ഡിലീറ്റഡ്, 21310 ഹാസ് ബീൻ ഡിലീറ്റഡ് ടു റിപ്പോർട്ട് ക്ലോസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് നേസൽ ബോൺ ഫ്രാക്ചർ വിത്തൗട്ട് മാനിപ്പുലേഷൻ ഓർ സ്റ്റെബിലൈസേഷൻ, യൂസ് അപ്രോപ്രിയേറ്റ് E&M കോഡ്. ഈ ക്ലോസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് നേസൽ ബോൺ ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് യൂസ് ചെയ്താൽ മതി? E&M കോഡ് യൂസ് ചെയ്താൽ മതി. ഈ സർജറി കോഡിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കോഡ് എന്ന് പറയുന്നത് 21315 ക്ലോസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് നേസൽ ബോൺ ഫ്രാക്ചർ വിത്ത് മാനിപ്പുലേഷൻ വിത്തൗട്ട് സ്റ്റെബിലൈസേഷൻ. ഓക്കെ, എന്താണ് 315? ക്ലോസ്ഡ് ട്രീറ്റ്മെൻ്റ് ആണല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്ന് കോഡ് എടുക്കുമ്പം ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ക്ലോസ്ഡ് ട്രീറ്റ്മെൻ്റ് ആണോ ഓപ്പൺ ട്രീറ്റ്മെൻ്റ് ആണോ? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പറയുന്നത് എന്താണ്? ക്ലോസ്ഡ് ട്രീറ്റ്മെൻ്റ് ആണ്. എന്തിൻ്റെയാണ്? നേസൽ ബോൺ ഫ്രാക്ചറിനുള്ള ക്ലോസ്ഡ് ട്രീറ്റ്മെൻ്റ് ആണ്. പിന്നെ എന്ത് പറയുന്നുണ്ട്? വിത്ത് മാനിപ്പുലേഷൻ പറയുന്നുണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ നോക്കണം. ഓക്കെ, ദെൻ സ്റ്റെബിലൈസേഷൻ വിത്തൗട്ട് സ്റ്റെബിലൈസേഷൻ ആണ്. അതും ശ്രദ്ധിക്കേണ്ടേ. വിത്ത് സ്റ്റെബിലൈസേഷൻ ആണെങ്കിൽ 21320 ആണ് കോഡ് വരുന്നത്. ഇനി 21325 ഓപ്പൺ ട്രീറ്റ്മെൻറ്റ് ഓഫ് നേസൽ ഫ്രാക്ചർ അൺകോംപ്ലിക്കേറ്റഡ്. അപ്പോൾ എന്താണ്? ഓപ്പൺ ട്രീറ്റ്മെൻ്റ് ആണ് അടുത്തത് അല്ലേ. നേസൽ ഫ്രാക്ചറിൻ്റെ ഓപ്പൺ ട്രീറ്റ്മെൻ്റ് ആണ് പറയുന്നത്. അത് അൺകോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ, അതായത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതാണെങ്കിൽ. 330 എന്താണ്? കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ വിത്ത് ഇൻറ്റേർണൽ ആൻഡ് ഓർ എക്സ്റ്റേർണൽ സ്കെൽറ്റൽ ഫിക്സേഷൻ. ഈ കോംപ്ലിക്കേറ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഫിക്സേഷനൊക്കെ വരുന്നുണ്ടല്ലേ. 330 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് വിത്ത് ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേർണൽ സ്കെൽറ്റൽ ഫിക്സേഷൻ. ദെൻ 335 വിത്ത് കൺകോമിറ്റൻറ്റ് ഓപ്പൺ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഫ്രാക്ചേർഡ് സെപ്റ്റം. അതെന്താണെന്ന് വെച്ചാൽ ഈ ഓപ്പൺ ട്രീറ്റ്മെൻറ്റ് ഓഫ് നേസൽ ഫ്രാക്ചറിൻ്റെ കോഡുകളല്ലേ കാണുന്നത്.
അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തും കൂടി ചെയ്യുവാണ്, ഫ്രാക്ചേർഡ് സെപ്റ്റത്തിൻ്റെ ഓപ്പൺ ട്രീറ്റ്മെൻറ്റും കൂടെ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കോഡ് എടുക്കണം, 21335 എടുക്കണം. ഓക്കെ, ദെൻ 336 ഓപ്പൺ ട്രീറ്റ്മെൻറ്റ് ഓഫ് നേസൽ സെപ്റ്റൽ ഫ്രാക്ചർ വിത്ത് ഓർ വിത്തൗട്ട് സ്റ്റെബിലൈസേഷൻ. അപ്പം സെപ്റ്റൽ ഫ്രാക്ചർ ആണെങ്കിൽ വിത്ത് ഓർ വിത്തൗട്ട് സ്റ്റെബിലൈസേഷനും നമുക്കുള്ള കോഡ് എന്ന് പറയുന്നത് 336 ആണ്. അപ്പം നേസൽ ഫ്രാക്ചറിൻ്റെ ഓപ്പൺ കോഡ് കണ്ടു, നേസൽ സെപ്റ്റൽ ഫ്രാക്ചർ ഓപ്പണിൻ്റെ കോഡ് കണ്ടു. ഇനി അടുത്തത് 337 ക്ലോസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് നേസൽ സെപ്റ്റൽ ഫ്രാക്ചർ വിത്ത് ഓർ വിത്തൗട്ട് സ്റ്റെബിലൈസേഷൻ. അപ്പോൾ ഇതെന്തിനുള്ളതാണ്? ക്ലോസ്ഡ് ട്രീറ്റ്മെൻറ്റിനുള്ളതാണ്, സെപ്റ്റൽ ഫ്രാക്ചറിന്. ഓക്കെ, ഇനി 21338 ഓപ്പൺ ട്രീറ്റ്മെൻറ്റ് ഓഫ് നേസോ എത്മോയിഡ് ഫ്രാക്ചർ വിത്തൗട്ട് എക്സ്റ്റേണൽ ഫിക്സേഷൻ. അപ്പോൾ അത് നേസോ എത്മോയിഡ് ഫ്രാക്ചറിൻ്റെ കോഡാണ്, വിത്തൗട്ട് എക്സ്റ്റേണൽ ഫിക്സേഷൻ ആണ്. വിത്ത് എക്സ്റ്റേണൽ ഫിക്സേഷൻ ആണെങ്കിൽ 339. ഇനി 340 പെർക്യൂറ്റേനിയസ് ട്രീറ്റ്മെൻറ്റ് ഓഫ് നേസോ എത്മോയിഡ് കോംപ്ലക്സ് ഫ്രാക്ചർ. ഓക്കെ, അതിൻ്റെ പെർക്യൂറ്റേനിയസ് ട്രീറ്റ്മെൻറ്റ് ആണ്, കോംപ്ലക്സ് ഫ്രാക്ചർ ആണ്, വിത്ത് സ്പ്ലിൻറ്റ്. അപ്പം കോംപ്ലക്സ് ആകുമ്പം തന്നെ ഒന്നെങ്കിൽ സ്പ്ലിൻറ്റ്, വയർ, ഹെഡ് ക്യാപ്പ് ഫിക്സേഷൻ, ഇൻക്ലൂഡിങ് റിപ്പയർ ഓഫ് കാന്താൽ ലിഗമെൻറ്റ്സ് ആൻഡ് ഓർ നാസോ ലാക്രിമൽ അപ്പാരറ്റസ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള പെർക്യൂറ്റേനിയസ് ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് 21340 എടുക്കാം. Then 21343 open treatment of depressed frontal sinus fracture. ഓക്കെ, ഇതെല്ലാം ഡയറക്റ്റ് കോഡുകളല്ലേ, ഇതൊക്കെ ഒന്നും പാടോ അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒന്നും അല്ല കേട്ടോ. ദെൻ 21344 ഓപ്പൺ ട്രീറ്റ്മെൻറ്റ് ഓഫ് കോംപ്ലിക്കേറ്റഡ് ഫ്രണ്ടൽ സൈനസ് ഫ്രാക്ചർ വയ കൊറോണൽ ഓർ മൾട്ടിപ്പിൾ അപ്രോച്ചസ്. ഓക്കെ, അപ്പം രണ്ടും പറയുന്നത് ഓപ്പൺ ട്രീറ്റ്മെൻറ്റ് ഓഫ് സൈനസ് ഫ്രാക്ചർ ആണ്, ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആണ്, ഒന്ന് ഡിപ്രസ്ഡ് ഫ്രണ്ടൽ സൈനസ് ഫ്രാക്ചർ ആണെങ്കിൽ. ദെൻ ക്ലോസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് നേസോ മാക്സിലറി കോംപ്ലക്സ് ഫ്രാക്ചർ വിത്ത് ഇൻ്റർഡെൻ്റൽ വയർ ഫിക്സേഷൻ ഓർ ഫിക്സേഷൻ ഓഫ് ഡെൻചർ ഓർ സ്പ്ലിൻറ്റ്. ഓക്കെ, ഇത് 345. അപ്പം ഇതിൽ വരുന്നത് ഫുൾ എന്തായിരിക്കും, ഹെഡ് ഫേസിലൊക്കെ ഉള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും കേട്ടോ. 21346 ഓപ്പൺ ട്രീറ്റ്മെൻറ്റ് ഓഫ് നേസോമാക്സിലറി കോംപ്ലക്സ് ഫ്രാക്ചർ വിത്ത് വയറിംഗ് ആൻഡ് ഓർ ലോക്കൽ ഫിക്സേഷൻ. ഇനി അതിൻ്റെ തന്നെ റിക്വയറിംഗ് മൾട്ടിപ്പിൾ ഓപ്പൺ അപ്രോച്ചസും കൂടിയാണെങ്കിൽ 347 ഓപ്പൺ ട്രീറ്റ്മെൻറ്റ് ആണ്, അതിൽ മൾട്ടിപ്പിൾ ഓപ്പൺ അപ്രോച്ചസ് വേണ്ടി വരുവാണെങ്കിൽ നമ്മൾ ഏതെടുക്കും, 347. സോ നിങ്ങൾ ക്വസ്റ്റ്യൻ ക്ലിയറായി വായിക്കുക. 348 ആണെങ്കിൽ വിത്ത് ബോൺ ഗ്രാഫ്റ്റിങ്ങും. അപ്പം ഇതിനകത്തിൽ ബോൺ ഗ്രാഫ്റ്റും കൂടി ഉണ്ടെന്ന് പറഞ്ഞാലോ എന്ത് പറയും, നമ്മൾ 348 എടുക്കും. ഓക്കെ, അപ്പോൾ അവിടെ ഈ കോഡിനകത്ത് എന്ത് ഇൻക്ലൂഡഡ് ആണ്, ഒബ്റ്റെയിനിങ് ഗ്രാഫ്റ്റ് ഒബ്റ്റെയിനിങ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി 355 ആണെങ്കിലോ, പെർക്യൂറ്റേനിയസ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഫ്രാക്ചർ ഓഫ് മലാർ ഏരിയ ഇൻക്ലൂഡിങ് സിഗോമാറ്റിക് ആർച്ച് ആൻഡ് മലാർ ട്രൈപോഡ് വിത്ത് മാനിപ്പുലേഷൻ. മലാർ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലുള്ള ഒരു ഏരിയ ആണ്. പിന്നെ സിഗോമാറ്റിക് ആർച്ച് എന്ന് പറഞ്ഞാലും നമ്മുടെ ഫേസിലുള്ള ഒരു ബോണാണ്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഈ മലാർ ട്രൈപോഡ് എന്ന് പറഞ്ഞാൽ അതൊരു ബോൺ ഫ്രാക്ചറാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ മാനിപ്പുലേഷനും കൂടി ചെയ്യുന്നുണ്ടെങ്കിലാണ്, പെർക്യൂറ്റേനിയസ് ട്രീറ്റ്മെൻ്റ് ആണ് വിത്ത് മാനിപ്പുലേഷൻ ആണെങ്കിൽ 355. ഇനി 356 എന്താ പറയുന്നത്, ഓപ്പൺ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിപ്രസ്ഡ് സിഗോമാറ്റിക് ആർച്ച് ഫ്രാക്ചർ. ഓക്കെ, അപ്പം അതിൻ്റെ ഓപ്പൺ ട്രീറ്റ്മെൻ്റ് ആണ്. ദെൻ 360 ആണെങ്കിൽ ഓപ്പൺ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിപ്രസ്ഡ് മലാർ ഫ്രാക്ചർ ഇൻക്ലൂഡിങ് സിഗോമാറ്റിക് ആർച്ച് ആൻഡ് മലാർ ട്രൈപോഡ്. അപ്പം നമ്മൾ ഇത് നോക്കേണ്ടത്, ഇത് ഓപ്പൺ ആണ്. നേരത്തെ നമ്മൾ കണ്ടത് പെർക്യൂറ്റേനിയസ് ആണ്. ഓക്കെ, പെർക്യൂറ്റേനിയസ് ആകുമ്പം ത്രൂ സ്കിന്ന്, ഇതാകുമ്പോൾ ഓപ്പൺ ഇൻസിഷനെല്ലാം ഇട്ടിട്ട് ചെയ്യുന്നത്. 365 ആണെങ്കിൽ ഓപ്പൺ ട്രീറ്റ്മെൻറ്റ് ഓഫ് കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചേഴ്സ് ഓഫ് മലാർ ഏരിയ ഇൻക്ലൂഡിങ് സിഗോമാറ്റിക് ആർച്ച് ആൻഡ് മലാർ ട്രൈപോഡ് വിത്ത് ഇൻറ്റേർണൽ ഫിക്സേഷൻ ആൻഡ് മൾട്ടിപ്പിൾ സർജിക്കൽ അപ്രോച്ചസ്. അപ്പോൾ ഇത് ഓപ്പൺ ആണ്, കോംപ്ലിക്കേറ്റഡിനുള്ളതാണ് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇവിടെ എന്തൊക്കെ വരും, ഇൻറ്റേർണൽ ഫിക്സേഷൻസ് വരാം, മൾട്ടിപ്പിൾ സർജിക്കൽ അപ്രോച്ചസ് വരാം.
അപ്പം നമ്മൾ ഈ എന്താണ് ഇപ്പം മലാർ ഫ്രാക്ചറിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് കാണുമ്പോൾ ക്വസ്റ്റ്യനകത്തിൽ നോക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ്? അത് പെർക്യൂറ്റേനിയസ് ആണോ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്? പെർക്യൂറ്റേനിയസ് ആണോ, ഓപ്പൺ അപ്രോച്ച് ആണോ, ക്ലോസ്ഡ് ആണോ, വെദർ ഇറ്റ് ഈസ് കോംപ്ലിക്കേറ്റഡ് ഓർ നോട്ട് ആണോ, ഇതെല്ലാം നമ്മൾ നോക്കണം. ഓക്കെ. അല്ലെങ്കിൽ ചിലപ്പം കോംപ്ലിക്കേറ്റഡ് എന്ന് എടുത്തു പറയില്ല, പകരം അവിടെ പറയുന്നുണ്ടായിരിക്കും എന്തെങ്കിലും ഒരു ഫിക്സേഷൻ്റെ കാര്യം പറയുന്നുണ്ടാവും, ഇല്ലെങ്കിൽ സർജിക്കൽ അപ്രോച്ചസ് വേറെ ഞങ്ങൾ ചെയ്തു എന്ന് പറയുന്നുണ്ടാവും. അപ്പം നമുക്ക് മനസ്സിലാവണം എന്താണ് ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ് എന്നുള്ളത്. അപ്പോൾ എന്തെടുക്കണം? 365 എടുക്കണം. ഓക്കെ. ദെൻ വിത്ത് ബോൺ ഗ്രാഫ്റ്റിംഗ് ആണെങ്കിൽ 366 വരും. ഓക്കെ. ഇൻറ്റേർണൽ ഫിക്സേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 365 എടുക്കണം. ബോൺ ഗ്രാഫ്റ്റിംഗ് പറയുന്നുണ്ടെങ്കിൽ 366 എടുക്കണം. ഓക്കെ. ഇനി 21385 ആണെങ്കിൽ ഓപ്പൺ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഓർബിറ്റൽ ഫ്ലോർ ബ്ലോ ഔട്ട് ഫ്രാക്ചർ ട്രാൻസ് എൻട്രൽ അപ്രോച്ച്. അപ്പം ഇത് കാർഡ്വെൽ ലൂപ്പ് ടൈപ്പ് ഓപ്പറേഷൻ. അപ്പോൾ ഇത് എന്തിൻ്റെ? ഓർബിറ്റൽ ഫ്ലോറിൻ്റെ ബ്ലോ ഔട്ട് ഫ്രാക്ചർ ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ അപ്രോച്ച് നോക്കിക്കോണം. ഈ ട്രാൻസ് എൻട്രൽ അപ്രോച്ച് ആണെങ്കിലാണ് 385. ഇതെല്ലാം നമ്മുടെ മൗത്തിനകത്തിലൂടെയുള്ള ഓരോതരം അപ്രോച്ചസ് ആണ്. ഈ പെരി ഓർബിറ്റൽ അപ്രോച്ച് ആണെങ്കിലോ 386 എടുക്കും. ഇനി കമ്പൈൻഡ് അപ്രോച്ച് ആണെങ്കിൽ, അതായത് ട്രാൻസ് ആൻട്രൽ അപ്രോച്ച് ആൻഡ് പെരി ഓർബിറ്റൽ അപ്രോച്ച്, അപ്പം അതിൻ്റെ കോമ്പിനേഷൻ ആണെങ്കിൽ കമ്പൈൻഡ് അപ്രോച്ച് ആണെങ്കിൽ 387. ഇനി 390 പെരി ഓർബിറ്റൽ അപ്രോച്ച് വിത്ത് അലോപ്ലാസ്റ്റിക് ഓർ അതർ ഇംപ്ലാന്റ്. അപ്പം ഇംപ്ലാന്റിൻ്റെ കാര്യം വല്ലതും പറഞ്ഞാൽ നമ്മൾ 390 എടുക്കണം. ഇനി പെരിയോർബിറ്റൽ അപ്രോച്ച് വിത്ത് ബോൺ ഗ്രാഫ്റ്റ് ആണെങ്കിൽ 395 എടുക്കണം. ഓക്കെ. ദെൻ 21400 ക്ലോസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഫ്രാക്ചർ ഓഫ് ഓർബിറ്റ് എക്സെപ്റ്റ് ബ്ലോ ഔട്ട് വിത്തൗട്ട് മാനിപ്പുലേഷൻ. ഇനി വിത്ത് മാനിപ്പുലേഷൻ ആണെങ്കിൽ 401. ദെൻ 406 ഓപ്പൺ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഫ്രാക്ചർ ഓഫ് ഓർബിറ്റ് എക്സെപ്റ്റ് ബ്ലോ ഔട്ട് വിത്തൗട്ട് ഇംപ്ലാന്റ്. ഇനി വിത്ത് ഇംപ്ലാന്റ് ആണെങ്കിൽ 407. വിത്ത് ബോൺ ഗ്രാഫ്റ്റിംഗ് ആണെങ്കിൽ 408. ഇനി എന്താ വരുന്നത്? 21421 ക്ലോസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് പലാറ്റൽ ഓർ മാക്സിലറി ഫ്രാക്ചർ വിത്ത് ഇൻ്റർഡെൻ്റൽ വയർ ഫിക്സേഷൻ ഓർ ഫിക്സേഷൻ ഓഫ് ഡെഞ്ചർ ഓർ സ്പ്ലിൻറ്റ്. ദെൻ 422 ഓപ്പൺ ട്രീറ്റ്മെൻറ്റ് ഓഫ് പലാറ്റൽ ഓർ മാക്സിലറി ഫ്രാക്ചർ. അത് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ അപ്രോച്ചസ് ആണെങ്കിൽ 423. 431 എന്താണ്? ക്ലോസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്രേനിയോഫേഷ്യൽ സെപ്പറേഷൻ യൂസിങ് ഇൻ്റർഡെൻ്റൽ വയർ ഫിക്സേഷൻ ഓഫ് ഡെഞ്ചർ ഓർ സ്പ്ലിൻറ്റ്. അത് 431. 432 എന്താണ്? ഓപ്പൺ ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്രേനിയോഫേഷ്യൽ സെപ്പറേഷൻ വിത്ത് വയറിംഗ് ഓർ ഇൻറ്റേർണൽ ഫിക്സേഷൻ. അതിൻ്റെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ മൾട്ടിപ്പിൾ സർജിക്കൽ അപ്രോച്ചസ് ആണെങ്കിൽ 433. ഇനി അതിൽ തന്നെ കോംപ്ലിക്കേറ്റഡ് ആണ്, യൂട്ടിലൈസിങ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഫിക്സേഷൻ ടെക്നിക്സ് എന്നും കൂടി പറയുന്നുണ്ടെങ്കിൽ 435. അപ്പം കോംപ്ലിക്കേറ്റഡ് എന്ന് മാത്രം കണ്ടാൽ നിങ്ങൾ ചാടിക്കയറി 433 എടുക്കരുത്. അവിടെ ഇൻറ്റേർണൽ ഫിക്സേഷൻ അല്ലെങ്കിൽ എക്സ്റ്റേർണൽ ഫിക്സേഷൻ പറയുന്നുണ്ടെങ്കിൽ 435 നിങ്ങൾ എടുക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി എന്താ 436 എന്താണ്? കോംപ്ലിക്കേറ്റഡ് ആണ്, മൾട്ടിപ്പിൾ സർജിക്കൽ അപ്രോച്ചസും ഇൻറ്റേർണൽ ഫിക്സേഷനും വിത്ത് ബോൺ ഗ്രാഫ്റ്റിങ്ങും. അപ്പം മൾട്ടിപ്പിൾ സർജിക്കൽ അപ്രോച്ചസും ഉണ്ട്, ഇൻറ്റേർണൽ ഫിക്സേഷനും ഉണ്ട്. ഇനി ബോൺ ഗ്രാഫ്റ്റും കൂടെ ഉണ്ടെങ്കിലോ 436 ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ അതിൽ ഓരോന്നേ ഉള്ളെങ്കിൽ അതിൻ്റേതായ കോഡ് എടുക്കുക. ഇത് മൂന്നും പറയുന്നുണ്ടെങ്കിൽ 436 എടുക്കുക. ഇനി കോംപ്ലിക്കേറ്റഡ് ആണ്, ഗ്രാഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും 436 എടുക്കുക. ഇനി 440 എന്താണ്? ക്ലോസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് മാൻഡിബുലർ ഓർ മാക്സിലറി ആൽവിയോളാർ റിഡ്ജ് ഫ്രാക്ചർ. ഓക്കെ. ഇനി അതിൻ്റെ തന്നെ ഓപ്പൺ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ 445. 450 എന്താ പറയുന്നത്? ക്ലോസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് മാൻഡിബുലർ ഫ്രാക്ചർ വിത്തൗട്ട് മാനിപ്പുലേഷൻ. ഇനി അത് വിത്ത് മാനിപ്പുലേഷൻ ആണെങ്കിൽ 451 വരും. ദെൻ 452 എന്താണ്? പെർക്യൂറ്റേനിയസ് ട്രീറ്റ്മെൻറ്റ് ഓഫ് മാൻഡിബുലർ ഫ്രാക്ചർ വിത്ത് എക്സ്റ്റേർണൽ ഫിക്സേഷൻ. ദെൻ 453 ക്ലോസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് മാൻഡിബുലർ ഫ്രാക്ചർ വിത്ത് ഇൻ്റർഡെൻ്റൽ ഫിക്സേഷൻ. ദെൻ 454 open treatment of mandibular fracture with the external fixation.
461 open treatment of mandibular fracture without interdental fixation. വിത്ത് ഇൻ്റർഡെൻ്റൽ ഫിക്സേഷൻ. അപ്പോൾ ഇതെല്ലാ കോഡുകൾ ഏകദേശം ഒരുപോലെ ഇങ്ങനെ കിടക്കുകയാണ്, ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് കോഡ് വായിച്ച് നോക്കണം. 465 ഓപ്പൺ ട്രീറ്റ്മെൻറ്റ് ഓഫ് മാൻഡിബുലാർ കോണ്ടിലാർ ഫ്രാക്ചർ. ദെൻ 470 open treatment of complicated mandibular fracture by multiple surgical approaches including internal fixation, interdental fixation and orving of dentures or splints. അപ്പോൾ ഇതെന്താണ്? ഓപ്പൺ ട്രീറ്റ്മെൻ്റ് ആണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാൻഡിബുലർ ഫ്രാക്ചറിന്. അപ്പോൾ അവിടെ മൾട്ടിപ്പിൾ സർജിക്കൽ അപ്രോച്ചസ് പറയുന്നുണ്ട്, ഇൻറ്റേർണൽ ഫിക്സേഷൻ പറയുന്നുണ്ട്, സ്പ്ലിൻസ് ഒക്കെ പറയുന്നുണ്ട്. ഇനി 480 ക്ലോസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ടെമ്പോറോ മാൻഡിബുലർ ഡിസ്ലൊക്കേഷൻ ഇനിഷ്യൽ ഓർ സബ്സിക്വൻറ്റ്. കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ 485. ഓപ്പൺ ട്രീറ്റ്മെൻറ്റ് ഓഫ് ടെമ്പോറോ മാൻഡിബുലർ ഡിസ്ലൊക്കേഷൻ ആണെങ്കിൽ 490. ഇൻ്റർഡെൻ്റൽ വയറിംഗ് ഫോർ കണ്ടീഷൻ അതർ ദാൻ ഫ്രാക്ചർ ആണെങ്കിൽ 21497 നമുക്ക് കോഡ് ചെയ്യാം. ഓക്കെ, ഇനി ഒരു അതർ പ്രൊസീജിയർ വരുന്നുണ്ട്, അൺലിസ്റ്റഡ് മസ്കുലോസ്കെൽറ്റൽ പ്രൊസീജിയർ ഹെഡ് 21499, അതായത് ഈ പറഞ്ഞതൊന്നും അല്ല എങ്കിൽ. ഓക്കെ, ഈ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്, ഫ്രാക്ചർ ആൻഡ് ഡിസ്ലൊക്കേഷനകത്തിൽ വരുന്നത് ഹെഡിൻ്റെ. Then next, neck soft tissues and thorax. ഇതിൽ ഫസ്റ്റ് വരുന്നത് ഇൻസിഷൻ ആണ്. അപ്പം ഇൻസിഷനകത്തിൽ 21501 ഇൻസിഷൻ ആൻഡ് ഡ്രെയിനേജ് ഡീപ്പ് ആബ്സസ് ഓർ ഹെമറ്റോമ സോഫ്റ്റ് ടിഷ്യൂസ് ഓഫ് നെക്ക് ഓർ തൊറാക്സ്. അപ്പം ഇതെന്താണ് പറയുന്നത്? ഇൻസിഷൻ ആൻഡ് ഡ്രെയിനേജ് ആണ് പറയുന്നത്. എവിടെയാണ്? നെക്കിൻ്റെ തൊറാക്സിൻ്റെയോ സോഫ്റ്റ് ടിഷ്യൂ ആണ്. ഓക്കെ, ഇനി അതിൽ വിത്ത് പാർഷ്യൽ റിബ് ഓസ്റ്റെക്ടമി ഉണ്ടെങ്കിൽ 502. ഓസ്റ്റെക്ടമി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ ബോണിൻ്റെ ഒരു പാർട്ട് എന്തെങ്കിലും ബോണൊക്കെ റിമൂവ് ചെയ്യുന്നതിനെയാണ് ഓസ്റ്റെക്ടമി എന്ന് പറയുന്നത്. ഇനി 21510 ആണെങ്കിലോ ഇൻസിഷൻ ഡീപ്പ് വിത്ത് ഓപ്പണിംഗ് ഓഫ് ബോൺ കോർട്ടെക്സ് തൊറാക്സ്. അപ്പം ഇൻസിഷൻ ആണ്, ഡീപ്പാണ്, വിത്ത് ഓപ്പണിംഗ് ഓഫ് ബോൺ കോർട്ടെക്സ് ആണ്. എവിടെയാണ്? തൊറാക്സിൽ. ഓക്കെ, അത്രയുമാണ് നമ്മളുടെ ഇൻസിഷനകത്തിൽ വരുന്നത്. ഇനി എക്സിഷനാണ്. എക്സിഷനകത്തിൽ ഫസ്റ്റ് 21550 ബയോപ്സിയുടെ കോഡാണ്, സോഫ്റ്റ് ടിഷ്യൂ ഓഫ് നെക്ക് ഓർ തൊറാക്സ്. ദെൻ 21555 അതെന്താണ്? എക്സിഷനാണ്, ട്യൂമറാണ്, സോഫ്റ്റ് ടിഷ്യൂ ഓഫ് നെക്ക് ഓർ ആൻറ്റീരിയർ തൊറാക്സ്, സബ്ക്യൂട്ടേനിയസ് ലെസ് ദാൻ 3 cm. അപ്പം സബ്ക്യൂട്ടേനിയസ് ആണ്, ലെസ് ദാൻ 3 cm ആണ്. ട്യൂമറിൻ്റെ എക്സിഷനാണ് പറയുന്നത്. ഓക്കെ, ഇനി അത് ഗ്രേറ്റർ ദാൻ 3 cm ആണെങ്കിൽ 21552 3 cm ഓർ ഗ്രേറ്റർ. സോ 2.9 വരെ ആണെങ്കിൽ നമുക്ക് ഏതെടുക്കാം? 21555 എടുക്കാം. 3 എന്ന് വന്നു കഴിഞ്ഞാൽ ഏതെടുക്കും? നമ്മൾ 21552 എടുക്കും. ദെൻ 21556 എന്താ പറയുന്നത്? എക്സിഷൻ, ട്യൂമർ, സോഫ്റ്റ് ടിഷ്യൂ ഓഫ് നെക്ക് ഓർ ആൻറ്റീരിയർ തൊറാക്സ്, സബ്ഫേഷ്യൽ. ഓക്കെ, മറ്റേത് ഏതായിരുന്നു? സബ്ക്യൂട്ടേനിയസ് ആയിരുന്നു. ഇനി ലെസ് ദാൻ 5 cm, അവിടെ നമുക്ക് ലെസ് ദാൻ 3 cm വരെ ആണെങ്കിൽ ഇവിടെ ലെസ് ദാൻ 5 cm വരെ നമുക്ക് എടുക്കാൻ പറ്റും. ദെൻ ഈ 5 cm ഓർ ഗ്രേറ്റർ മീൻസ് 21554. ആൻഡ് റാഡിക്കൽ റിസെക്ഷൻ ഓഫ് ട്യൂമർ, that is 21557. soft tissue of neck or anterior thorax less than 5 cm. ഇത് 5 cm or greater ആണെങ്കിൽ 558. then excision of rib partial ആണെങ്കിൽ 600. ഇനി excision of chest wall tumor including rib ആണെങ്കിൽ, ഓക്കെ, ഫസ്റ്റ് ശ്രദ്ധിച്ചോണം, excision of chest wall tumor, excision of chest wall tumor including rib, അപ്പം 601. ഇനി 21602 excision of chest wall tumor, ഓക്കെ, ഇൻവോൾവിങ് റിബ്സ് വിത്ത് പ്ലാസ്റ്റിക് റീകൺസ്ട്രക്ഷൻ. അപ്പോൾ ഇവിടെ എന്തിനെ പറ്റിയും പറയുന്നുണ്ട്? പ്ലാസ്റ്റിക് റീകൺസ്ട്രക്ഷനെ പറ്റിയും കൂടി പറയുന്നുണ്ട്. അപ്പം അതും കൂടി ചെയ്തെന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ കോഡ് എടുക്കുന്നത്. വിത്തൗട്ട് മീഡിയാസ്റ്റിനൽ ലിംഫാഡിനെക്ടമി. പക്ഷേ ഇവിടെ എന്തില്ല? മീഡിയാസ്റ്റിനൽ ലിംഫാഡിനെക്ടമി ചെയ്തിട്ടില്ല. അപ്പം ഇനി അതും കൂടി ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെടുക്കണം? 21603 എടുക്കണം. ഓക്കെ,
ഇനി 21610 എന്താണ്? കോസ്റ്റോ ട്രാൻസ്വേഴ്സെക്ടമിയാണ്, സെപ്പറേറ്റ് പ്രൊസീജിയറാണ്. ദെൻ 615 ഈ കോസ്റ്റോ ട്രാൻസ്വേഴ്സെക്ടമി എന്ന് പറയുന്നത് ഒരു ഈ സ്പൈനൽ സർജറിയിലൊക്കെ യൂസ് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ്. നമ്മുടെ റിബിൻ്റെയൊക്കെ പോർഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ്. ഓക്കെ, അതാണിവിടെ സെപ്പറേറ്റ് പ്രൊസീജിയറായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇനി 615 എക്സിഷൻ ഫസ്റ്റ് ആൻഡ് ഓർ സെർവിക്കൽ റിബ് വിത്ത് സിമ്പതെക്ടമിയും കൂടി ചെയ്താൽ 21616. ഇനി 620 എന്താ പറയുന്നത്? ഓസ്റ്റെക്ടമി ഓഫ് സ്റ്റേർണം പാർഷ്യൽ. ദെൻ 627 സ്റ്റേർണൽ ഡീബ്രൈഡ്മെൻറ്റ്. ദെൻ റാഡിക്കൽ റിസെക്ഷൻ ഓഫ് സ്റ്റേർണം 630. റാഡിക്കൽ, അപ്പം ആദ്യം നമ്മൾ കണ്ടത് എന്താണ്? പാർഷ്യലായിരുന്നു, ഇത് റാഡിക്കലാണ് മൊത്തം. ഓക്കെ, വിത്ത് മീഡിയാസ്റ്റിനൽ ലിംഫാഡിനെക്ടമിയും കൂടെ ആണെങ്കിൽ 632. അതായത് ഒരു സ്റ്റേണം ഫുള്ളി റിസെക്ഷൻ ചെയ്തു വിത്ത് മീഡിയാസ്റ്റിനൽ ലിംഫാഡിനെക്ടമിയും കൂടെ ചെയ്തു എന്ന് പറയുമ്പോഴാണ് നമ്മൾ 632 എടുക്കുന്നത്. അപ്പം ഇത്രയാണ് എക്സിഷനകത്തിൽ വരുന്ന കോഡുകൾ. ദെൻ നെക്സ്റ്റ് റിപ്പയർ, റിവിഷൻ ഓർ റീകൺസ്ട്രക്ഷൻ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് 21685 ഹയോയിഡ് മയോട്ടമി ആൻഡ് സസ്പെൻഷൻ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ OSA, അതായത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്. ഹയോയിഡ് ബോണും മസിൽ അറ്റാച്ച്മെൻറ്റും ഒക്കെ സസ്പെൻഷൻ ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് 21700 ഡിവിഷൻ ഓഫ് സ്കേലിനസ് ആൻഡിക്കസ് വിത്തൗട്ട് റിസെക്ഷൻ ഓഫ് സെർവിക്കൽ റിബ്. ഈ സ്കേലിനസ് ആൻഡിക്കസ് എന്ന് വെച്ചാൽ സ്കെയിലിൻ ഗ്രൂപ്പിലുള്ള ഒരു മസിലാണ്. ഓക്കെ, ഇത് ആൻറ്റീരിയർ എന്നുള്ളതാണ് ഇവിടെ ആൻഡിക്കസ് എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. അതിൻ്റെ ഡിവിഷനാണ് പറഞ്ഞേക്കുന്നത് വിത്തൗട്ട് റിസെക്ഷൻ ഓഫ് സെർവിക്കൽ റിബ് ആണെങ്കിൽ. ഇനി റിസെക്ഷൻ ഓഫ് സെർവിക്കൽ റിബ് ആണെങ്കിൽ 705 വരും. ദെൻ ഇനി 21720 ഡിവിഷൻ ഓഫ് സ്റ്റേണോ ക്ലൈഡോമാസ്റ്റോയിഡ് ഫോർ ടോർട്ടിക്കോളിസ് ഓപ്പൺ ഓപ്പറേഷൻ വിത്തൗട്ട് കാസ്റ്റ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ. ഇനി വിത്തൗട്ട് കാസ്റ്റ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ 725. ദെൻ റീകൺസ്ട്രക്റ്റീവ് റിപ്പയർ ഓഫ് പെക്ടസ് എക്സ്കവേറ്റം ഓർ കാരിനേറ്റം ഓപ്പൺ ആണെങ്കിൽ. ഓക്കെ, ഇത് റീകൺസ്ട്രക്റ്റീവ് റിപ്പയർ ഓഫ് പെക്ടസ് എക്സ്കവേറ്റം ആണ് ഓർ കാരിനേറ്റം ഓപ്പൺ ആണെങ്കിൽ 740. ഇനി അത് മിനിമലി ഇൻവാസീവ് അപ്രോച്ച് ആണെങ്കിൽ വിത്ത് തൊറാക്കോസ്കോപ്പി ആണെങ്കിൽ 742. മറ്റേത് ഓപ്പൺ അല്ലേ പറഞ്ഞത്. ഇനി മിനിമലി ഇൻവാസീവ് അപ്രോച്ച് വിത്തൗട്ട് തൊറാക്കോസ്കോപ്പി ആണെങ്കിലാണ് 742. ഇനി വിത്ത് തൊറാക്കോസ്കോപ്പി ആണെങ്കിൽ 743. ദെൻ 750 ക്ലോഷർ ഓഫ് മീഡിയൻ സ്റ്റേർണട്ടമി സെപ്പറേഷൻ വിത്ത് ഓർ വിത്തൗട്ട് ഡീബ്രൈഡ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് ഫ്രാക്ചർ ഓർ ഡിസ്ലൊക്കേഷൻ. അപ്പം ഫ്രാക്ചർ അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ അതിൽ വരുന്നതാണ്. ഫസ്റ്റ് വൺ 21811 ഓപ്പൺ ട്രീറ്റ്മെൻറ്റ് ഓഫ് റിബ് ഫ്രാക്ചേഴ്സ് വിത്ത് ഇൻറ്റേർണൽ ഫിക്സേഷൻ ഇൻക്ലൂഡ്സ് തൊറാക്കോസ്കോപ്പിക് വിഷ്വലൈസേഷൻ when performed unilateral 1-3 ribs. അപ്പോൾ ഇതെന്താ പറയുന്നത്? ഓപ്പൺ ട്രീറ്റ്മെൻ്റ് ആണ് പറയുന്നത് അല്ലേ? ഏതിനുള്ളതാണ്? റിബ് ഫ്രാക്ചറിനുള്ളതാണ്. പിന്നെ എന്ത് പറയുന്നുണ്ട് ഇവിടെ? ഇൻറ്റേർണൽ ഫിക്സേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ തൊറാക്കോസ്കോപ്പിക് വിഷ്വലൈസേഷനും പറയുന്നുണ്ട്. യൂണിലാറ്ററൽ ആണല്ലേ, 2 സൈഡും ഉണ്ട്. അതിൽ യൂണിലാറ്ററൽ ഒരു സൈഡ്. എത്ര റിബ് പറയുന്നുണ്ട്? 1-3 3 റിബിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി 812 ആണെങ്കിലോ 4-6 റിബ്സ്. ഇനി 813 ആണെങ്കിൽ 7 or more റിബ്സ്. ദെൻ 820 എന്താ പറയുന്നത്? ക്ലോസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്റ്റേർണം ഫ്രാക്ചറാണ് പറയുന്നത്. ഇനി 825 ഓപ്പൺ ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്റ്റേർണം ഫ്രാക്ചർ വിത്ത് ഓർ വിത്തൗട്ട് സ്കെൽറ്റൽ ഫിക്സേഷൻ. പിന്നെ അതർ പ്രൊസീജിയർ ഉണ്ട്. അത് 21899 അൺലിസ്റ്റഡ് പ്രൊസീജിയേഴ്സ്. നെക്ക് ഓർ തൊറാക്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ കോഡ് യൂസ് ചെയ്യാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നെക്ക് ആൻഡ് തൊറാക്സിൽ വരുന്നത്.
നെക്സ്റ്റ് ബാക്ക് ആൻഡ് ഫ്ലാങ്ക്. അപ്പം ബാക്കിലെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? നമ്മുടെ സ്പൈനൊക്കെ വരുന്നത് അല്ലേ. ഫ്ലാങ്ക് എന്ന് പറയുമ്പം സൈഡ്. അപ്പം ഇതിലാണ് ഇനി നമുക്ക് മെയിനായിട്ടുള്ള ടോപ്പിക്സ് എല്ലാം കവറാവുന്നത്. ഓക്കെ, അതിനകത്തിൽ ആദ്യം പറയുന്നത് എന്താണ്? എക്സിഷനാണ് പറയുന്നത്. 21920 ബയോപ്സി സോഫ്റ്റ് ടിഷ്യൂ ഓഫ് ബാക്ക് ഓർ ഫ്ലാങ്ക്. എനിക്ക് ബാക്കും ഫ്ലാങ്കും കൂടെ കാണുമ്പോൾ എപ്പോഴും ബ്ലാക്ക് എന്നേ വരുന്നുള്ളൂ. സൂപ്പർഫിഷ്യൽ. അപ്പം ബയോപ്സി സൂപ്പർഫിഷ്യൽ ആണെങ്കിൽ 920, അത് ഡീപ്പ് ആണെങ്കിൽ 925. ദെൻ 930 എന്താണ്? എക്സിഷൻ ട്യൂമർ സോഫ്റ്റ് ടിഷ്യൂ ഓഫ് ബാക്ക് ഓർ ഫ്ലാങ്ക് സബ്ക്യൂട്ടേനിയസ് ലെസ് ദാൻ 3 സെൻറ്റിമീറ്റർ. അപ്പോൾ നേരത്തത് സൂപ്പർഫിഷ്യൽ ബയോപ്സി കണ്ടു. ഇത് എക്സിഷൻ ട്യൂമറാണ്, സബ്ക്യൂട്ടേനിയസ് ആണ്, ലെസ് ദാൻ 3 സെൻറ്റിമീറ്റർ ആണ്. ഇനി 931 ആകുമ്പോൾ 3 സെൻറ്റിമീറ്റർ ഗ്രേറ്റർ. ദെൻ 932 എന്താണ്? എക്സിഷൻ ട്യൂമർ സോഫ്റ്റ് ടിഷ്യൂ ഓഫ് ബാക്ക് ഓർ ഫ്ലാങ്ക് സബ്ഫേഷ്യൽ ലെസ് ദാൻ 5 സെൻറ്റിമീറ്റർ. 933 ആകുമ്പോൾ 5 സെൻറ്റിമീറ്റർ ഓർ ഗ്രേറ്റർ. നമ്മൾ ആ നെക്ക് ആൻഡ് തൊറാക്സിലൊക്കെ കണ്ട പോലെ തന്നെ. ഇനി 21935 റാഡിക്കൽ റിസെക്ഷൻ ഓഫ് ട്യൂമറാണ്, സോഫ്റ്റ് ടിഷ്യൂ ഓഫ് ബാക്ക് ഓർ ഫ്ലാങ്ക് ലെസ് ദാൻ 5 സെൻറ്റിമീറ്റർ. 936 5 സെൻറ്റിമീറ്റർ ഓർ ഗ്രേറ്റർ. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്പൈൻ. അപ്പം ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പം സ്പൈൻ അല്ലെങ്കിൽ നമ്മുടെ വെർട്ടിബ്രൽ കോളം, അപ്പം നട്ടെല്ലെന്ന് നമ്മൾ പറയും അല്ലേ. അപ്പം ഈ സ്പൈനിന് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? സെർവിക്കൽ, തൊറാസിക്, ലംബാർ ആൻഡ് സാക്രം. പിന്നെ എന്തും കൂടിയുണ്ട്? കൊസീക്സും കൂടി ഉണ്ട് അല്ലേ, നമ്മൾ ടെയിൽ ബോൺ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പം ഈ സെർവിക്കൽ എന്ന് പറയുമ്പം എവിടെയാണ്? നമ്മുടെ കഴുത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വരും. അപ്പം അവിടെ എത്ര വെർട്ടിബ്ര ഉണ്ട്? 7 ആണ്. അപ്പോൾ അതിനെ നമ്മൾ C1 to C7 എന്ന് പറയും. ഇനി തൊറാസിക് സ്പൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, നമ്മുടെ ചെസ്റ്റ്, നമ്മുടെ മിഡിൽ ബാക്ക് എന്നൊക്കെ പറയാം അല്ലേ, ആ ഏരിയയിൽ വരുന്നതാണ് തൊറാസിക് സ്പൈൻ. ഈ തൊറാസിക് സ്പൈനെ 12 വെർട്ടിബ്ര ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അത് T1 to T12 എന്ന് നമ്മൾ പറയും. ഓക്കെ, ദെൻ പിന്നെ വരുന്നത് ലംബാർ സ്പൈന്, നമ്മുടെ ബാക്ക് സൈഡ്, ലോവർ ബാക്ക് സൈഡ്. ഓക്കെ, അവിടെ L1 to L5 ആണ്, 5 വെർട്ടിബ്രാസ് ആണുള്ളത്. പിന്നെ സാക്രം, അത് 5 ആയിട്ട് തന്നെയാണ്, S1 to S5. കൊസീക്സ് അറിയാമല്ലോ, അത് നമ്മൾ ചെറിയൊരു അറ്റാച്ച്മെൻ്റ് ആണ്, അതിനെ നമ്മൾ എന്തെന്ന് പറയും? ടെയിൽ ബോൺ എന്നൊക്കെ പറയും. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ. നിങ്ങളുടെ അടുത്ത് പെട്ടെന്ന് L1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പം മനസ്സിലാവണം എന്താണിത്. ലംബാർ സ്പൈനിനെ പറ്റിയാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വെർട്ടിബ്ര L1. അല്ല, ഇപ്പം നിങ്ങളുടെ അടുത്ത് T5 എന്ന് പറയുമ്പം ഏതായിരിക്കും? അത് തൊറാസിക് സ്പൈനാണ് അല്ലേ. തൊറാസിക് സ്പൈനിൽ 5 പറയുന്നതെങ്കിൽ 5th വെർട്ടിബ്ര ആയിരിക്കും. അപ്പം ഇത് നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമാണ് ഈ T എന്നും L എന്നും C എന്നും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇപ്പോൾ C4, അപ്പോൾ എന്താണത്? സെർവിക്കൽ സ്പൈൻ. ആ ഒരു ഐഡിയ നമുക്ക് പെട്ടെന്ന് കിട്ടത്തുള്ളൂ. ഇനി അതുപോലെ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസാണ് ഇൻട്രസ്പേസ്, സെഗ്മെൻറ്റ്, ലെവലൊക്കെ. അപ്പം ഇൻട്രസ്പേസ് എന്ന് പറയുമ്പോൾ എന്താണ്? 2 വെർട്ടിബ്രയുടെ ഇടയ്ക്കുള്ള ഒരു സ്പേസ്. അവിടെ ആയിരിക്കും എന്തുള്ളത്? ഇൻ്റർവെർട്ടിബിൾ ഡിസ്ക് ഒക്കെ ഇരിക്കുന്നത്. ഇവിടെ ഞാനൊരു പിക്ചർ കൊടുത്തേക്കുന്നുണ്ടോ? അതിനിടയിൽ കാണിച്ചേക്കുന്നുണ്ടോ ഇൻട്രസ്പേസ്? അതാണ് 2 വെർട്ടിബ്രയുടെ ഇടയ്ക്കുള്ള സ്പേസ്, ഇൻട്രസ്പേസ്. ഇനി സെഗ്മെൻറ്റ്സ്, അതായത് സിംഗിൾ കംപ്ലീറ്റ് വെർട്ടിബ്രൽ ബോൺ വിത്ത് ഇറ്റ്സ് അസോസിയേറ്റഡ് ആർട്ടിക്കുലാർ പ്രോസസ്സസ് ആൻഡ് ലാമിന. ഈ സിംഗിൾ പീസ് ഇല്ലേ, ഇപ്പോൾ നമ്മുടെ L1, C2, T5, ഇതെല്ലാമാണ് എന്ത്? നമ്മുടെ സെഗ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി സിംഗിൾ ലെവൽ എന്ന് പറയുമ്പോഴോ, അതായത് 2 വെർട്ടിബ്രൽ ബോൺസ് ഉണ്ടാകും, അതായത് ഇപ്പം L1 to L2 വിത്ത് ദ ഇൻട്രസ്പേസ്. ആ ഇൻട്രസ്പേസും ആ 2 ബോണും എല്ലാം കൂടി വരുന്നതിനെയാണ് നമ്മളൊരു സിംഗിൾ ലെവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കോഡ് എടുക്കാൻ പറ്റില്ല. പിന്നെ ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് പോകെ കോഡ് പഠിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നമുക്ക് പറഞ്ഞു പോകാം. ഇനി ഇവിടെ ഫസ്റ്റ് ഇൻസിഷനാണ് പറയുന്നത്.
ഇൻസിഷൻ ആൻഡ് ഡ്രെയിനേജ് ഓപ്പൺ ഓഫ് ഡീപ്പ് അബ്സസ് പോസ്റ്റീരിയർ സ്പൈൻ സെർവിക്കൽ തൊറാസിക് ഓർ സെർവിക്കോ തൊറാസിക്. അപ്പം 22010 ഇൻസിഷൻ ആൻഡ് ഡ്രെയിനേജ് ആണ്, ഓപ്പൺ ആണ്, ഡീപ്പ് അബ്സസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതിൻ്റെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കേണ്ടത് പോസ്റ്റീരിയർ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു സെക്ഷനിൽ പോസ്റ്റീരിയർ ആൻറ്റീരിയർ ഈ ടേമൊക്കെ നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റും. എല്ലാവർക്കും അറിയാമല്ലോ പോസ്റ്റീരിയർ എന്ന് പറയുമ്പോൾ ബാക്കിലൂടെ. ഓക്കെ, അപ്പം പോസ്റ്റീരിയർ സ്പൈന് സെർവിക്കൽ തൊറാസിക് ഓർ സെർവിക്കോ തൊറാസിക്. അപ്പം ഇത്രയുമാണ് ഇവിടെ പറയുന്നത്. ലംബാർ ഓർ സാക്രൽ ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ലംബോ സാക്രൽ ആണെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലംബാർ കഴിഞ്ഞിട്ടല്ലേ സാക്രൽ വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പം നമ്മുടെ L5ഉം S1ഉം അപ്പം അത് ലംബോ സാക്രലായി അല്ലേ. അപ്പം ഇതൊക്കെയാണെങ്കിലാണ് 22015 വരുന്നത്. ഇനി പറയുന്നത് എക്സിഷൻ്റെ കോഡുകളാണേ. 22100 പാർഷ്യൽ എക്സിഷൻ ഓഫ് പോസ്റ്റീരിയർ വെർട്ടിബ്രൽ കോമ്പണൻറ്റ് ഫോർ ഇൻട്രിൻസിക് ബോണി ലീഷൻ സിംഗിൾ വെർട്ടിബ്രൽ സെഗ്മെൻറ്റ് സെർവിക്കൽ. ഇനി ഇത് തൊറാസിക് ആണെങ്കിൽ 101, ലംബാർ ആണെങ്കിൽ 102. ഈച്ച് അഡീഷണൽ സെഗ്മെൻറ്റിന് 103 എന്നൊരു ആഡ് ഓൺ കോഡും നമ്മൾ കൊടുക്കണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് നമ്മൾ കോഡ് എടുക്കുമ്പോൾ ആദ്യം തന്നെ ലംബാറാണോ തൊറാസിക് ആണോ അത് ക്ലിയർ ആയിട്ട് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെക്കണം. കാരണം അതിന് ഓരോന്നിനും സെപ്പറേറ്റ് കോഡുകൾ ഇതുപോലെ കാണും. ഓക്കെ, പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, എക്സിഷനാണ് അല്ലേ, പാർഷ്യൽ എക്സിഷനാണ് പറയുന്നത്. പോസ്റ്റീരിയർ ആണെന്ന് ഞാൻ ഈ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് പോസ്റ്റീരിയർ ആണോ ആൻറ്റീരിയർ ആണോ അതും ചെക്ക് ചെയ്യണം. പിന്നെ സിംഗിൾ വെർട്ടിബ്രൽ സെഗ്മെൻറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഒരു എക്സ്ട്രാ വെർട്ടിബ്രയും കൂടി അവിടെ ഉണ്ടെങ്കിൽ ചെയ്തെങ്കിൽ, അല്ലെ 2 എണ്ണം കൂടി ചെയ്തെങ്കിൽ, അല്ലെ 3 എണ്ണം കൂടി ചെയ്തെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, അതിന് ആഡ് ഓൺ കോഡ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ സെർവിക്കലാവുമ്പം ഇപ്പോൾ ഒരു C2 ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ 22100 എടുക്കും. ഓക്കെ, ഇനി അപ്പോൾ അവിടെ പറയുവാണ് C3യും കൂടി ചെയ്തു എന്ന് പറയുവാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, ആഡ് ഓൺ കോഡ് കൊടുക്കണം. അത്രയേ ഉള്ളൂ. ഇനി 22110 ആണെങ്കിലോ പാർഷ്യൽ എക്സിഷൻ ഓഫ് വെർട്ടിബ്രൽ ബോഡി ഫോർ ഇൻട്രിൻസിക് ബോണി ലീഷൻ വിത്തൗട്ട് ഡികംപ്രഷൻ ഓഫ് സ്പൈനൽ കോഡ് ഓർ നെയർ റൂട്ട്സ് സിംഗിൾ വെർട്ടിബ്രൽ സെഗ്മെൻറ്റ് സെർവിക്കൽ. 112 ആണെങ്കിൽ തൊറാസിക്, ലംബാർ ആണെങ്കിൽ 114. ഇനി അതിൻ്റെ ഒരു അഡീഷണൽ വെർട്ടിബ്രയും കൂടി ചെയ്തെങ്കിൽ ആഡ് ഓൺ കോഡ് കൊടുക്കണം 22116. ഇനി നെക്സ്റ്റ് ടോപ്പിക്കുകളെന്ന് പറയുന്നത് ഓസ്റ്റിയോട്ടമി വരുന്നുണ്ട്, നമ്മുടെ ആർത്രോഡസിസ് ഒക്കെ വരുന്നുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. കാരണം വീഡിയോ ലെങ്ത് ഒരുപാടാകും, അതുകൊണ്ടാണ്.